എടുത്തു നോക്ക്. സന്തോഷിക്കാനുള്ള വലിയ വകയുണ്ട് ഇതില്. ഏമ, ഞാൻ പൊട്ടനൊന്നുമല്ല. പതിയെ പറഞ്ഞാലും കേൾക്കാം. എന്താ ഇതിന്റെ പ്രശ്നം? നിങ്ങളെ കല്യാണം കഴിച്ചതാ എന്റെ പ്രശ്നം. മൂത്ത മകനായി അരവിന്ദ് ജനിച്ചില്ലേ, അതാണ് പ്രശ്നം. ഇതുവരെ എനിക്കോ ഇവനോ ഒരു നല്ല കാര്യവും നടന്നിട്ടില്ല. ഇതൊരു നല്ല തമാശയാണല്ലോ ഏമേ. ഞാൻ പറയേണ്ടതൊക്കെ നീ തന്നെ പറഞ്ഞു. നിന്നെ പോലെ ഒരുത്തിയെ കല്യാണം കഴിച്ചതിലും അതിൽ ഇവനെ പോലെ ഒരുത്തനുണ്ടായതിനും ഞാനാ തോറ്റ് തല കുനിച്ച് കുമ്പിട്ട് നിൽക്കേണ്ടത്. എടോ, അധികം വായിട്ടലക്കല്ലേ. ഞാൻ എന്താ ചെയ്തത് എന്നോട്? നിങ്ങള് കെട്ടാൻ പറഞ്ഞു, പക്ഷെ കെട്ടിയില്ല. അതുകൊണ്ട് എന്റെ ജീവിതത്തിൽ ആനയടിക്കാൻ നോക്കുന്നോ? നിങ്ങൾ രണ്ടും കൂടെയാ എന്റെ ജീവിതം കീറി മുറിച്ചത്. നിന്റെ ഭാര്യ ഇറങ്ങി പോയതിന് അച്ഛനോടും എന്റെ ഭാര്യയോടും പരാക്രമം വേണ്ട. അത് നല്ലതിനല്ല. ഇപ്പൊ ഞാനും നന്നായിട്ടാണല്ലോ ജീവിക്കുന്നത്. എന്റെ ഭാര്യ ഡിവോഴ്സോടി തന്നു. കാണാം, കാണും. ഇവിടെ ഈ താഴെ കിടക്കുന്നത് ഡിവോഴ്സ് നോട്ടീസ് മാത്രമല്ല, എന്റെ ജീവിതമാ. നോട്ടീസ് കിട്ടിയെന്ന് വിചാരിച്ച് എന്റെ ജീവിതം ഒന്നും ഇല്ലാതാൻ പോകുന്നില്ല. നീ ഒന്നും മനസ്സിലാക്കാതെ ബ്രോ സംസാരിച്ചോണ്ടിരിക്കുന്നത്. അനിയാ മതിയടാ. നിന്നെ, നിന്റെ ഭാര്യയും പിന്നെ തന്തേന്ന് പറഞ്ഞ് നടക്കുന്ന ഇയാളെ എനിക്ക് നന്നായിട്ടറിയാം. എന്റെ കല്യാണത്തിന്റെ സമയത്ത് എല്ലാത്തിനും ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ ഹണിമൂണിന് പോയപ്പോ എന്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാൻ പറ്റിയില്ല. അത് മുതലെടുത്തു. പൊന്നു മോളെ, നീയാത് മുതലെടുത്തത്. ദാ കണ്ടില്ലേ, ഡിവോഴ്സിൽ എത്തിച്ചു. എനിക്കിട്ടങ്ങ് താങ്ങിനി. കൊള്ളാം. പക്ഷെ ഇപ്പൊ ഞാൻ പറയുവാ, അരവിന്ദേട്ടാ ഒന്നും പറയണ്ട. ബാലമാമൻ അരവിന്ദേട്ടന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞങ്ങളോട് പറ. ബാലമാമനെ കുറ്റപ്പെടുത്തണ്ട. ചാരുമോളെ, ഇത് കുറ്റപ്പെടുത്തലല്ലോ. ആ രാക്ഷസി ഡിവോഴ്സ് നോട്ടീസ് കൊടുത്തു എന്ന് അറിഞ്ഞപ്പോ ചിരിയാ വന്നത്. ചിരിക്കട്ടെ, ചിരിക്കാം. അയ്യോ, ചിരിക്കല്ല, എന്താ ചെയ്യാ. ബാലമാമ ചിരിക്കാതെ. മോളെ, ആ ചീഫ് എഞ്ചിനീയർ പെണ്ണ് റൈറ്റ് ടൈമിൽ ചെയ്യേണ്ടത് ചെയ്തു. തള്ളയ്ക്കും മോനും കിട്ടേണ്ടത് കിട്ടി. ഇത് ആഘോഷിക്കാനുള്ള സമയമാണ്. അച്ഛാ, എന്തൊക്കെ നടക്കരുതെന്ന് വിചാരിച്ചോ അതെല്ലാം നടന്നു. അത് കഴിഞ്ഞ് അതിന്റെ ദുരന്തഫലം ആരൊക്കെ അനുഭവിക്കുന്നു കരുതിയോ അതും നടന്നു. എടാ, ദീർഘവീക്ഷണം ഉണ്ടാവണം. കണ്ടോ അമ്മയുടെയും മോന്റെ നിപ്പ്. എടോ, താൻ ചുമ്മാ എന്നെ കയറി ചൊറിയാൻ വരല്ലേ. നിനക്ക് ചൊറിയുന്നുണ്ടോ? മാന്തിക്കോ, നന്നായി മാന്തിക്കോ.